നമസ്കാരം. അടുത്ത സമയത്തായിട്ട് മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഗ്രാൻഡ് പേരൻസുമായിട്ട് കുട്ടികൾ സമയം ചെലവഴിക്കാറുണ്ടല്ലേ? കാരണം പലയിടത്തും മാതാപിതാക്കൾ പുറരാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോവുകയും ആ കുട്ടികളുടെ കെയറിങ് ഗ്രാൻഡ് പേരൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഈ ഒരു ഇടത്ത് പലപ്പോഴും ഗ്രാൻഡ് പേരൻസ് ചെയ്യുന്ന ചില ചെറിയ ചെറിയ അബദ്ധങ്ങൾ കുട്ടികളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന്, അവരുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിൽ, അവരുടെ വളർച്ചയിലൊക്കെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതാപിതാക്കൾ നാട്ടിലില്ലാത്തത് കൊണ്ട് കുട്ടികളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാവേണ്ട എന്ന് കരുതി അവർ ചോദിക്കുന്നതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ ആ ഒരു സങ്കടം ഉണ്ടാവരുത്, കരയിക്കരുത്, അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കരുത് എന്ന് കരുതിയിട്ട് ചെയ്യുമ്പോൾ കുട്ടികളിത് മുതലെടുക്കുകയും അവരിങ്ങനെ എന്ത് ചോദിച്ചാലും കിട്ടുമെന്നുള്ള രീതിയിൽ ഈ ഗ്രാൻഡ് പേരൻസിൽ നിന്നും അവരുടെ ആ ഒരു സ്നേഹത്തെ മുതലെടുക്കുന്നതായിട്ട് ഒരുപാടടുത്ത് കാണാറുണ്ട്. അപ്പോൾ ഇത് അത്ര നല്ല ഒരു കാര്യമല്ല. പേരൻസ് നാട്ടിലില്ലെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അവരുടെ പാരൻ്റൽ റോള് ചെയ്യാനുള്ള ആളുകൾ അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യങ്ങളാണെങ്കിൽ ചെയ്യരുത് എന്ന് അവരെ അതിൽ നിന്ന് വിലക്കാൻ, ഒരു തെറ്റ് ചെയ്താൽ അവരെ വഴക്ക് പറയാൻ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്നുള്ള രീതിയിലുള്ള റൂൾസ് ഉണ്ടാക്കുന്നതിനൊക്കെ കുട്ടികളുടെ കൂടെ എപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ആളുകൾ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ പാരൻസ് നാട്ടിലില്ല, അല്ലെങ്കിൽ ഒപ്പം ഇല്ല, അതുകൊണ്ട് ഗ്രാൻഡ് ചൈൽഡ് എന്ന് പറയുന്ന അത്രയും സ്നേഹം ഗ്രാൻഡ് പാരൻസിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ കുട്ടികളെ കൂടുതൽ പ്രയാസത്തിലാക്കരുത്, മാതാപിതാക്കളോടൊപ്പം അല്ലാതെ നിൽക്കുന്നതല്ലേ എന്നൊക്കെ കരുതിയിട്ട് പലപ്പോഴും പല വിട്ടുവീഴ്ചകളും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗത്തിൻ്റെ കാര്യത്തിലൊക്കെ ഗ്രാൻഡ് പാരൻസ് കൊടുക്കുന്ന വിട്ടുവീഴ്ചകൾ പിന്നീട് രൂക്ഷമായ പ്രതിസന്ധികളായിട്ടുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാരൻസ് ഇല്ല എങ്കിൽ പോലും കുട്ടികൾക്കുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൊടുക്കത്തക്ക രീതിയിൽ ആ ഒരു ഗ്രാൻഡ് പാരൻസ് തയ്യാറായാൽ മാത്രമേ അവർക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ എപ്പോഴും നമ്മൾ വേണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അരുതെന്ന് പറയുന്നതും നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടികളോട് അവരുടെ ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് ചെയ്യണ്ട എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത് പാരൻസ് ഇല്ലെങ്കിൽ ആ ഒരു റോള് ഗ്രാൻഡ് പാരൻസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ ഭാവി മുൻനിർത്തി തന്നെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്.